ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബാങ് വീക്കിലെ ഏറ്റവും വലിയ എമൗണ്ട് കിട്ടുന്ന ഒരു ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പ്രധാന വാതിലിന് പുറത്തേക്ക് പോയിട്ട് ആ ഒരു പണം എടുത്തുകൊണ്ട് വരണം. ഇതുവരെ പണപ്പെട്ടിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ പുറത്തൊരു കാറുണ്ട്, വലിയ ഇന്നോവ കാറ്. അതിൻ്റെ ഉള്ളിൽ കുറേ ക്യാഷിൻ്റെ കെട്ടുകൾ വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്നുമാണ് എടുത്ത് വരേണ്ടത്. അപ്പോൾ ഈ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടാസ്ക് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് വേറെ ലാംഗ്വേജിലുള്ള ആ ഒരു ബിഗ് ബോസിലൊക്കെ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. സ്ട്രോങ് കണ്ടസ്റ്റൻസ് പുറത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരുന്നു ഗെയിം കളിച്ചിരുന്നത്. ഈ ഒരു മലയാളത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 പേരാണ് പുറത്തേക്ക് പോയിട്ട് എടുത്തു വരാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. അത് ആ ഒരു ധൈര്യം കാണിച്ച 3 പേരാണ് ആദില, അനിമോൾ, അക്ബർ. ഈ 3 പേരെയും സെലക്ട് ചെയ്തത് വോട്ടിംഗ് പ്രകാരമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാസ്കിൻ്റെ ബേസിസിലാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. അത് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 3 പേരും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തുപോയി ആ കാറിനുള്ളിൽ നിന്ന് പൈസ എടുത്ത് വരണം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊമോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദിലയുടെ കയ്യിലൊക്കെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനെ കാറിലിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ കൈകളിൽ ഏതായാലും കുറച്ച് റിസ്ക് ഉള്ളതാണ് എന്നല്ല, അതിനേക്കാളും റിസ്ക് ഉള്ളൊരു ഗെയിം തന്നെയാണ് ഈ ഒരു ടാസ്ക്. കാരണം ആ ഒരു ടൈമിനുള്ളിൽ പോയി കാശ് എടുത്തതിന് ശേഷം അത്രയും ആ ഒരു ടൈം ഒരു സെക്കൻഡ് പോലും മാറാൻ പറ്റില്ല. അതിനുള്ളിൽ തന്നെ ഡോറ് ക്ലോസ് ചെയ്യണതിന് മുമ്പ് നമ്മൾ ഡോറ് തുറന്ന് അങ്ങോട്ട് എത്തുകയും വേണം. അപ്പോൾ ഇത് വലിയൊരു റിസ്ക് പിടിച്ചൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും അത് സാധിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ നിന്നും പുറത്തുമാണ്. അപ്പോൾ നമുക്ക് എന്താകുമെന്ന് നോക്കാം. ഇത് സക്സസ് ആയിട്ട് തിരിച്ചു വരുന്നതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെ കൈകളിൽ അവരുടെ പൈസയൊക്കെ കാണുന്നുണ്ട്. അനുമോളുടെ ആണെങ്കിലും ആദിലയുടെ ആണെങ്കിലും അതുപോലെ അക്ബറുടെ കയ്യിലും കുറച്ച് കാശൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ല. അവർ ടാസ്ക് ഭംഗിയായി ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു പ്രമോ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും ലൈവിൽ ഇപ്പോൾ ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ടാസ്ക് തന്നെ ആയിരിക്കും നടക്കുന്നത്. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് ഞാനത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.